ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മളിന്ന് പുതിയ മൊഡ്യൂളാണ് പഠിക്കാൻ പോകുന്നത്. ബേസിക് ഓർഗാനിക് കെമിസ്ട്രി എന്നാണ് മൊഡ്യൂളിൻ്റെ പേര്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസും അതിൽ നിന്നുണ്ടാവുന്ന മറ്റു കോമ്പൗണ്ട്സിനെയും കുറിച്ച് പഠിക്കുന്ന ഒരു വിഭാഗമാണ് ഓർഗാനിക് കെമിസ്ട്രി. ഹൈഡ്രോ കാർബൺസിനെയും അതിൽ നിന്നുണ്ടാവുന്ന മറ്റു കോമ്പൗണ്ട്സ് അതിന് പറയുന്നത് ഡെറിവേറ്റീവ്സ് എന്നാണ്. ഹൈഡ്രോ കാർബൺസ് ആൻഡ് ദിയർ ഡെറിവേറ്റീവ്സ് അതിനെക്കുറിച്ചുള്ള ഒരു പഠന ഭാഗമാണ് ഓർഗാനിക് കെമിസ്ട്രി. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹൈഡ്രജനും കാർബണും ചേർന്ന കോമ്പൗണ്ട്സിന് പറയുന്ന പേരാണ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്നാണ് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഭാഗമാണ് ഓർഗാനിക് കെമിസ്ട്രി. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് ഹൈഡ്രജനും കാർബണും ചേർന്ന കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഡെഫിനിഷൻ എഴുതാം. എന്താ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ കെമിസ്ട്രി ഓഫ് hydrocarbons and their derivatives. Hydrocarbons and their derivatives. എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്ന് കൂടെ അതിൽ എഴുതി വയ്ക്കാം. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ. Compounds containing hydrogen and carbon atom. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോ കാർബൺസ് ആൻഡ് ദിയർ ഡെറിവേറ്റീവ്സ് ഇതിനെ രണ്ടിനെയും കുറിച്ചുള്ള ഒരു പഠനമാണ്. കെമിസ്ട്രിയുടെ തന്നെ ഒരു വിഭാഗമാണ് ഇത്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണും ഹൈഡ്രജനും കൂടെയുള്ള കോമ്പൗണ്ട്സിന് പറയുന്ന പേരാണ് ഹൈഡ്രോ കാർബൺസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓർഗാനിക് കോമ്പൗണ്ട്സും ഇനോർഗാനിക് കോമ്പൗണ്ട്സും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്കൊരു കള്ളിയെ വരച്ച് തന്നെ എഴുതാം. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആയിരിക്കും. ഒരു മിനിമം 5 പോയിന്റെങ്കിലും എഴുതണം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണത് വരാറുള്ളത്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ നമുക്ക് രണ്ട് കള്ളിയെ വരയ്ക്കാം. ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസം, അതായത് സസ്യങ്ങളിലും ജീവജാലങ്ങളിലും ഒക്കെ കാണപ്പെടുന്നതാണ് ഇത് ഓർഗാനിക് കോമ്പൗണ്ട്സ്. പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൽ കാണപ്പെടുന്നതാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് മെറ്റൽസ്, മിനറൽസ് പോലുള്ള നോൺ ലിവിങ് മെറ്റീരിയൽസ്, ജീവനില്ലാത്ത വസ്തുക്കളിൽ കാണപ്പെടുന്നതാണ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ഡിഫറൻസ് എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് കാണപ്പെടുന്നത് പ്ലാന്റ്സിൽ, അനിമൽസിലൊക്കെയാണ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് കാണപ്പെടുന്നത് നോൺ ലിവിങ് മെറ്റീരിയൽസ്, ജീവനില്ലാത്ത വസ്തുക്കളിലാണ് കാണപ്പെടുന്നത്. മെറ്റൽസ്, മിനറൽസിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്, ഇനോർഗാനിക് കോമ്പൗണ്ട്സ് കാണപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് നമുക്ക് എഴുതാം. It is found in living organisms. Living organisms. Bracket le plants and animals. Inorganic compounds, so it is found in non-living materials. Non-living materials. ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. പിന്നെ രണ്ടാമത്തെ പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. കോവാലന്റ് ബോണ്ട് എന്താണ്, അയണിക് ബോണ്ട് എന്താണെന്നൊക്കെ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ്.
ഇലക്ട്രോൺസിന്റെ ഷെയറിംഗ് വഴി ഉണ്ടാവുന്ന ബോണ്ടാണ് ഇത് കോവാലന്റ് ബോണ്ട്. അയണിക് ബോണ്ട് ഉണ്ടാവുന്നതോ ഒരാറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും വേറൊരു ആറ്റം ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാതും കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാതും അയണിക് കോമ്പൗണ്ട്സ് ആണ്. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. They are covalent compounds. They are covalent compounds. Organic compounds എല്ലാം covalent compounds ആണ്. അതിനർത്ഥം അതെല്ലാം ഫോം ചെയ്തിരിക്കുന്ന ഏത് ബോണ്ട് വഴിയാണ്? covalent ബോണ്ട് വഴിയാണ്. They are ionic compounds. Ionic bond ആണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ രണ്ട് ഡിഫറൻസ് ആയി. ഒന്നാമത്തേത് എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് പോലുള്ള ലിവിങ് ഓർഗാനിസത്തിലാണ്, ജീവനുള്ള വസ്തുക്കളിലാണ് കാണപ്പെടുന്നത്. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് കാണപ്പെടുന്നത് ജീവനില്ലാത്ത വസ്തുക്കളിലാണ്. അതിന് പറയാം നോൺ ലിവിങ് മെറ്റീരിയൽസ് എന്നാണ്. രണ്ടാമത്തെ ഡിഫറൻസ് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാതും ഏതാണ്? കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാതും അയണിക് കോമ്പൗണ്ട്സ് ആണ്. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് ആണ് they are volatile. They are volatile and inflammable. Volatile and inflammable. വോളറ്റൈൽ എന്നുള്ള വേർഡിന്റെ അർത്ഥം പെട്ടെന്ന് വേപ്പറായി മാറുന്നത്, അതായത് പെട്ടെന്ന് നീരാവിയായി മാറുന്നത് എന്നാണ്. അപ്പോൾ പെട്ടെന്ന് നീരാവിയായി മാറുന്ന കോമ്പൗണ്ട്സ് ആണ് ഏത്? ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതുപോലെ തന്നെ ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നവരാണ്. പെട്ടെന്ന് നീരാവിയായി മാറുകയും ചെയ്യും, പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും ചെയ്യും. അതിന് പറയുന്നതാണ് ദേ ആർ ഇൻഫ്ലേമബിൾ ആൻഡ് വോളറ്റൈൽ. ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന വസ്തുക്കൾ, വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നീരാവിയായിട്ട് വേപ്പറായി മാറുന്ന വസ്തുക്കൾ. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണ്? ദേ ആർ വോളറ്റൈൽ ആൻഡ് ഇൻഫ്ലേമബിൾ. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആർ ദേ ആർ നോൺ വോളറ്റൈൽ. പെട്ടെന്നൊന്നും വേപ്പറായി മാറില്ല. വേപ്പറായി മാറില്ല എന്നാണ് നോൺ വോളറ്റൈൽ എന്നതിന്റെ അർത്ഥം. ദേ ആർ നോൺ വോളറ്റൈൽ ആൻഡ് നോൺ ഇൻഫ്ലേമബിൾ. കത്തിപ്പിടിക്കുകയില്ല. ഇപ്പൊ മൂന്ന് ഡിഫറൻസ് ആയി. മൂന്നാമത്തെ പറഞ്ഞത് എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ വോളറ്റൈൽ ആൻഡ് ഇൻഫ്ലേമബിൾ. പെട്ടെന്ന് ഗ്യാസ് ആയി മാറുന്ന, നീരാവിയായി മാറുന്ന വസ്തുക്കളാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന വസ്തുക്കളാണ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ വോളറ്റൈൽ, ബാഷ്പമായി മാറാത്ത, നീരാവിയായി മാറാത്ത വസ്തുക്കളാണ് ഏത്? ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. അതുപോലെ തന്നെ നോൺ ഇൻഫ്ലേമബിൾ, കത്തിപ്പിടിക്കാത്ത വസ്തുക്കളാണ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ഇനി നമുക്ക് മൂന്ന് ഡിഫറൻസും കൂടെയാണ് പഠിക്കാനുള്ളത്. ഇനി നാലാമത്തെ ഡിഫറൻസ് ആണ് പറയുന്നത് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ സ്ലോ. Reactions involving organic compounds are slow. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻസ് ഒക്കെ സ്ലോ ആണ് എന്നാണ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻ വളരെ സ്ലോ ആണ്. റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഫാസ്റ്റ്. Reaction involving inorganic compounds are fast. നാലാമത്തെ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്? സ്ലോ ആണ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. അത് നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ നമ്മൾ ലാബുകളിൽ HCl-ഉം NaOH-ഉം തമ്മിലുള്ള ടൈട്രേഷനും അതുപോലെ H2SO4 സോഡിയം കാർബണേറ്റ് തമ്മിലുള്ള ടൈട്രേഷനൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ കുറച്ച് മിനിറ്റുകൾ, അതൊരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ റിയാക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ടൈട്രേഷൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. HCl, H2SO4, NaOH ഇതൊക്കെ എന്താണ്? ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ അത്തരത്തിലുള്ള റിയാക്ഷൻസ് എല്ലാം വളരെ സ്ലോ ആണെന്നാണ് പറയുന്നത്. അതായത് വിത്തിൻ മിനിറ്റ്സ് ഒന്നും കംപ്ലീറ്റ് ആവില്ല, കുറേ സമയം എടുക്കും റിയാക്ഷൻസ് കംപ്ലീറ്റ് ആവാൻ. അപ്പോൾ അതാണ് നാലാമത്തെ ഡിഫറൻസ്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻസ് വളരെ സ്ലോ ആണ്, ഇനോർഗാനിക് കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻസ് ഫാസ്റ്റ് ആണ്. ഇനി നമ്മൾ അടുത്തത് അഞ്ചാമത്തെ ഡിഫറൻസ് ആണ് പറയുന്നത്. ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. They are
നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓർഗാനിക് കോമ്പൗണ്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നവരല്ല. എന്നാൽ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണെങ്കിലോ they conduct electricity in dissolved state and fused state. വെറുതെ നിൽക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കടത്തിവിടില്ല. എങ്ങനെയായിരിക്കണം? ഒന്നുകിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്തെടുത്ത സ്റ്റേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥ, അതാണ് ഫ്യൂസ്ഡ് സ്റ്റേറ്റ്. ഈ രണ്ട് അവസ്ഥയിലും ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കടത്തിവിടും. അപ്പോൾ അഞ്ചാമത്തെ ഡിഫറൻസ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നവരല്ല. നോൺ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നില്ല. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണെങ്കിലോ ഡിസോൾവ്ഡ് സ്റ്റേറ്റ്, വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ ഫ്യൂസ്ഡ് സ്റ്റേറ്റ്, ഉരുകിയ അവസ്ഥയിലോ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നവരാണ്. ഇനി ആറാമത്തെ ഡിഫറൻസ് ആണ് they are large in number. ഒരുപാട് എണ്ണം കാണപ്പെടുന്നുണ്ട് ഇത് ഓർഗാനിക് കോമ്പൗണ്ട്സ്. എന്നാൽ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ വളരെ കുറച്ചേ കാണപ്പെടുന്നുള്ളൂ. they are small in number. ഇതാണ് ആറാമത്തെ ഡിഫറൻസ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒരുപാട് എണ്ണം കാണപ്പെടുന്നുണ്ട്, എന്നാൽ ഇനോർഗാനിക് കോമ്പൗണ്ട്സിന്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ആറ് ഡിഫറൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി എന്താണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇത്ര അധികം നമ്പർ കാണപ്പെടുന്നത് എന്നതിന്റെ റീസൺ ആണ് കാർബൺ ആറ്റത്തിന്റെ കുറച്ച് യുണീക് പ്രോപ്പർട്ടി. കാർബൺ ആറ്റത്തിന് മാത്രമുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ എണ്ണം ഇത്ര അധികം ആവാനുള്ള കാരണം. അപ്പൊ എന്തൊക്കെയാണ് കാർബണിന് മാത്രമുള്ള പ്രോപ്പർട്ടീസ് എന്നാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ യുണീക് പ്രോപ്പർട്ടി ഓഫ് കാർബൺ ആറ്റം ആണ് പറയുന്നത്. കാർബണിന് മാത്രമുള്ള പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാറ്റിനേഷൻ കപ്പാസിറ്റി. കാറ്റിനേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആറ്റത്തിന് മറ്റ് കാർബൺ ആറ്റംസുമായിട്ട് ലോങ് ചെയിൻ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചെയിൻ ആവാം, അതല്ലെങ്കിൽ ബ്രാഞ്ച് ഉള്ള വീണ്ടും ചെയിൻ ആവാം. അപ്പോൾ എങ്ങനത്തെ വേണമെങ്കിൽ ലോങ് ചെയിൻ ഫോം ചെയ്യാനുള്ള കഴിവ് കാർബൺ ആറ്റത്തിനുണ്ട്. അതായത് കാറ്റിനേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് ആൻ എലമെന്റ് ടു ഫോം ലോങ് ചെയിൻ ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്. ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ ഒരു എലമെന്റിന് അതേപോലുള്ള മറ്റു എലമെന്റുമായിട്ട് ലോങ് ചെയിൻ ഫോം ചെയ്യാനുള്ള ആ കഴിവിനെ പറയുന്ന പേരാണ് കാറ്റിനേഷൻ കപ്പാസിറ്റി. ഈ ഒരു കാറ്റിനേഷൻ കപ്പാസിറ്റി സിലിക്കൺ പോലുള്ള മറ്റ് എലമെന്റ്സും കാണിക്കുന്നുണ്ട്, എങ്കിലും അതിൽ നിന്നൊക്കെ ഒരുപാട് കൂടുതലാണ് കാർബണിനുള്ള കാറ്റിനേഷൻ കപ്പാസിറ്റി. അപ്പോൾ ഒന്നാമത്തെ യൂണിക് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് ഏതാണ്? കാറ്റിനേഷൻ കപ്പാസിറ്റി ആണ്. കാറ്റിനേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് കാർബൺ ആറ്റത്തിന് മറ്റ് കാർബൺ ആറ്റംസുമായി ജോയിൻ ചെയ്ത് ഒരു ലോങ് ചെയിൻ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെങ്ങനെ ബ്രാഞ്ച് ഇല്ലാത്ത ലോങ് ചെയിൻ ആവാം, അല്ലെങ്കിൽ ബ്രാഞ്ച് ഉള്ള ലോങ് ചെയിൻ ആവാം. ഈ ഒരു എബിലിറ്റിക്ക് പറയുന്ന പേരാണ് കാറ്റിനേഷൻ കപ്പാസിറ്റി. അപ്പോൾ ആദ്യം കാറ്റിനേഷൻ കപ്പാസിറ്റി എന്താണെന്ന് എഴുതാം. ഇതതിന്റെ ചിത്രമാണ്, ഇതുകൂടെ വരച്ചു വെക്കണം. അപ്പോൾ കാറ്റിനേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് it is the ability of an atom to form long chain of identical atom. Long chain of identical atom. ലോങ് ചെയിൻ, ഐഡന്റിക്കൽ ആറ്റത്തിന്റെ ലോങ് ചെയിൻ ഫോം ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് കാറ്റിനേഷൻ കപ്പാസിറ്റി. ഈ കപ്പാസിറ്റി ആർക്ക് കൂടുതലാണ്? കാർബൺ ആറ്റത്തിന് കൂടുതലാണ്. കാർബൺ ആറ്റം ഷോ ഹയർ കാറ്റിനേഷൻ കപ്പാസിറ്റി. ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് കാറ്റിനേഷൻ കപ്പാസിറ്റി ആണ്. കാറ്റിനേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിക്കൽ എലമെന്റ്സിന്റെ ഒരു ലോങ് ചെയിൻ ഫോം ചെയ്യാനുള്ള കഴിവിന് പറയുന്ന പേരാണ് കാറ്റിനേഷൻ കപ്പാസിറ്റി. അത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഏത് എലമെന്റ് ആണ്? കാർബൺ ആണ്. അപ്പോൾ കാറ്റിനേഷൻ കപ്പാസിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു ഫോം ലോങ് ചെയിൻ ഓഫ് ഐഡന്റിക്കൽ ആറ്റംസ്. ലോങ് ചെയിൻ ഓഫ് ഐഡന്റിക്കൽ ആറ്റംസ്. കാർബൺ ആറ്റം ഷോ ഹയർ കാറ്റിനേഷൻ കപ്പാസിറ്റി.
ഇതാണ് ഒന്നാമത്തെ യൂണിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ യൂണിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് സ്ട്രെങ്ത് ഓഫ് CC ബോണ്ട്. കാർബൺ കാർബൺ ബോണ്ടിന്റെ സ്ട്രെങ്തിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. രണ്ടാമത്തെ യൂണിക് പ്രോപ്പർട്ടിയാണ് ഈ പറയുന്നത്. ഒന്നാമത്തെ ഏതായിരുന്നു? കാറ്റനേഷൻ കപ്പാസിറ്റി ആണ്. രണ്ടാമത്തെ സ്ട്രെങ്ത് ഓഫ് കാർബൺ കാർബൺ ബോണ്ട്. സ്ട്രെങ്ത് ഓഫ് കാർബൺ കാർബൺ ബോണ്ട്. ഇതിൽ പറയുന്ന ഇതാണ് സിലിക്കൺ സിലിക്കൺ ബോണ്ട്. സിലിക്കണിനെ നമ്മൾ സൂചിപ്പിക്കുക Si എന്നാണ്. സിലിക്കൺ സിലിക്കൺ ബോണ്ട് ഉണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ നൈട്രജൻ ഓക്സിജൻ ഓക്സിജൻ ബോണ്ട് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ കാർബൺ ബോണ്ടിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് CC ബോണ്ട് ഈസ് ഹയർ compared to other bonds such as silicon silicon bond, oxygen oxygen bond, sulfur sulfur bond etc. അപ്പോൾ അതെന്താണ് എഴുതാം? compared to sulfur sulfur comma silicon silicon and oxygen oxygen bond, CC bond is more stronger. മറ്റു ബോണ്ടുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ CC ബോണ്ട് എന്ന് പറയുന്നത് സ്ട്രെങ്ത് കൂടിയ ബോണ്ടാണ്. അതാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ പറയുന്നതാണ് ടെട്രാ വാലൻസി. ടെട്രാ വാലൻസി. ടെട്ര എന്ന വാക്കിന്റെ അർത്ഥം 4 എന്നാണ്. കാർബൺ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് അറിയാം 6 ആണ്. കാർബൺ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. നമ്മൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 2 4. ഏറ്റവും പുറമേ കിടക്കുന്ന ഷെല്ല്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. അപ്പൊ 4 ആണ് അതിന്റെ വാലൻസി. അതായത് 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താലോ അല്ലെങ്കിൽ 4 ഇലക്ട്രോണിനെ സ്വീകരിച്ചാലോ അത് എത്രയാവും? സ്റ്റേബിൾ ആവും. സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് എത്തും. അപ്പോൾ കാർബൺ ആറ്റത്തിന് 4 വിട്ടുകൊടുക്കുന്നതിനേക്കാളും 4 സ്വീകരിക്കുന്നതിനേക്കാൾ എളുപ്പം ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ കാർബൺ ആറ്റം എന്ത് ചെയ്യും? ഷെയർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. ടെട്രാ വാലൻസി എന്നുള്ള വാക്കിന്റെ അർത്ഥം 4 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. അതായത് 4 ആണ് വാലൻസി. ടെട്രാ എന്നുള്ള വാക്കിന്റെ അർത്ഥം 4 എന്നാണ്. കാർബൺ ഫോം ചെയ്യുന്ന എത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ്? കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സും ഇൻഓർഗാനിക് കോമ്പൗണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഓർഗാനിക് കോമ്പൗണ്ട്സ് എത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ്? കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. അത് എന്തുകൊണ്ടാണ്? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത് വഴിയാണ് അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് ഇത് കോവാലന്റ് കോമ്പൗണ്ട്സ്. അപ്പോൾ ടെട്രാ വാലൻസി എന്ന് പറയുന്നത് എന്താ ഇതിന്റെ അർത്ഥം? കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 4 ഇലക്ട്രോൺസ് ആണ്. അതായത് അതിന്റെ വാലൻസി 4 ആണ്. ടെട്ര എന്ന വാക്കിന്റെ അർത്ഥം 4 എന്നാണ്. കാർബൺ ഷെയർ ചെയ്തുകൊണ്ട് കോവാലന്റ് ബോണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിൽ അതാണ് എഴുതേണ്ടത്. ടെട്രാ വാലൻസി കാർബൺ ആറ്റം കണ്ടെയ്ൻ 4 valence electron. 4 valence electrons. 4 valence electrons. That means tetravalency carbon form covalent bonds. കാർബൺ എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്? കോവാലന്റ് ബോണ്ടാണ്. അതായത് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത് വഴിയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ 3 പോയിന്റ് ആയി, 3 യൂണിക് പ്രോപ്പർട്ടി ആയി. മൂന്നാമത്തെ പറഞ്ഞതാണ് ഇത് ടെട്രാ വാലൻസി. അടുത്തതായിട്ട് പറയുന്നത് കാർബണിന് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ സൾഫർ ഫോസ്ഫറസ് തുടങ്ങിയ മറ്റ് നോൺ മെറ്റൽസുമായിട്ടും ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്. കാരണം കാർബണിന് മറ്റ് എലമെന്റ്സുമായിട്ടും ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവും കൂടുതലാണ്. മറ്റ് എലമെന്റ്സുമായിട്ടും ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. അപ്പൊ നാലാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് അതാണ് പറയാനുള്ളത്. ടെൻഡൻസി ടു ഫോം ബോണ്ട് വിത്ത് അതർ നോൺ മെറ്റൽസ് സച്ച് ആസ് ഫോസ്ഫറസ് സൾഫർ ഓക്സിജൻ നൈട്രജൻ എക്സെട്ര. നാലാമത്തെ പോയിന്റ് ടെൻഡൻസി ടു ഫോം ബോണ്ട് വിത്ത് അതർ നോൺ മെറ്റൽസ്. കാർബണുമായിട്ട് കാർബൺ ഫോം ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി പറയുന്നത് അതർ നോൺ മെറ്റൽസ്.
like nitrogen, oxygen, phosphorus, sulfur, chlorine, bromine, etc. ഇതാണ് നാലാമത്തെ പോയിന്റ് ആയി പറയുന്നത്. ക്ലോറിൻ, ബ്രോമിൻ, സൾഫർ, ഫോസ്ഫറസ്, ഓക്സിജൻ, നൈട്രജൻ, അതുപോലെ തന്നെ ഹൈഡ്രജൻ. ഇത്തരത്തിലുള്ള മറ്റ് നോൺ മെറ്റൽസുമായിട്ടും ബോണ്ട് ഫോം ചെയ്യാൻ ആർക്ക് കഴിയും? കാർബണിന് കഴിയും. ഇനി അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷൻ. മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷൻ. മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സി സിംഗിൾ ബോണ്ടിന് പുറമെ സി സി ഡബിൾ ബോണ്ട്, സി സി ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനും കാർബണിന് കഴിയും. ഇൻ അഡീഷൻ ടു സി സി സിംഗിൾ ബോണ്ട്സ്, carbon can form double bond and a triple bond. Double bond and a triple bond. ഏതൊക്കെയുണ്ട്? സി സി സിംഗിൾ ബോണ്ട് ഉണ്ട്, സി സി ഡബിൾ ബോണ്ട്, സി സി ട്രിപ്പിൾ ബോണ്ട്. ഇത് മൂന്നിനും പോസിബിലിറ്റി ഉണ്ട് ഇതിന് കാർബൺ. അപ്പൊ ഇതാണ് 5 യൂണിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? കാറ്റനേഷൻ കപ്പാസിറ്റി. രണ്ടാമതായിട്ട് പറഞ്ഞത് സ്ട്രെങ്ത് ഓഫ് സി സി ബോണ്ട്. മൂന്നാമത് ടെട്രാ വാലൻസി പറഞ്ഞു. അതുപോലെ മറ്റ് ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവാർക്കുണ്ട്? കാർബണിനുണ്ട്. ഏറ്റവും ഫൈനലായിട്ട് പറഞ്ഞത് മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷൻ, അതായത് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിന്റെ ഫോർമേഷൻ ആണ് പറഞ്ഞത്.